പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം? അരുന്ധതി എന്തായി പറയുന്നത്? അരുന്ധതിയെ പറ്റി ഞാൻ എന്ത് പറഞ്ഞെന്നാ? ഒളിക്കണ്ട. ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു. ഉണ്ണികൃഷ്ണനോ? ഏത് ഉണ്ണികൃഷ്ണൻ? നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ. ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ണികൃഷ്ണൻ. നിങ്ങൾ തന്നെയല്ലേ അയാളെ അങ്ങോട്ട് അയച്ചത്? അയ്യോ, അവൻ എനിക്കിട്ട് പാര വെച്ചതാ. അവൻ എന്റെ ഫ്രണ്ടൊന്നും അല്ല. അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ചോദിച്ച ഫ്രണ്ടാണെന്ന കാര്യം നിഷേധിക്കുമെന്ന്. എന്താ എന്താ മിസ്റ്റർ പ്രേം? ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചത്. അരുന്ധതി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാനിനി സത്യം പറയാം. ഉണ്ണികൃഷ്ണൻ ഒരു മാനസിക രോഗിയാണ്. മാസത്തിൽ 8 ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവും. ഒരുമാതിരിപ്പെട്ട കണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല. അതുകൊണ്ട് പള്ളിവാസലിൽ കൊണ്ടുപോയി നേരിട്ട് കണ്ടടിപ്പിക്കുന്നത് ഞാനാ. അതോടെ കുറച്ചു ദിവസത്തേക്ക് നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒരു പ്രേമ നൈരാശ്യത്തിൽ നിന്നാ ഈ അസുഖം തുടങ്ങിയത്. ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും. വിവാഹം കഴിച്ചാൽ മാറുമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ? ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കൊള്ളോട്ടെ എന്ന് കരുതിയാൽ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞത് ഉള്ളതാണോ? അയ്യോ, അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറിൻ ആണെന്ന് കരുതണ്ട, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഇന്നാള് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അയ്യോ, പ്രേം പറഞ്ഞെന്തായാലും കാര്യമായി. ഒരു ഷാമ്പു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരിക്കുവോ? അയ്യോ, അതൊന്നും വാങ്ങിച്ച് തലയിൽ തേക്കരുത്. മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കോഴിമുട്ട മാതിരിയാവും. ആ കൂട്ടുകാരി ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഐസ്ക്രീം കഴിക്കുന്നു? അയ്യോ വേണ്ട, അവനെ സൂക്ഷിച്ചോണേ. എന്താടി ആ ജോൺസൺ ആൻഡ് ജോൺസണായിട്ടൊരു സല്ലാപം? പൊടിയോടുന്നു. എടിയാ ഉണ്ണികൃഷ്ണനെ വട്ടാണെന്ന്. ഉണ്ണി എന്താ ആലോചിക്കുന്നത്? അടുത്ത ഘട്ട എവിടാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വയ്ക്കാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പ്രേംശങ്കറിന്റെ പുറത്തു വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി ഉമ്മൻകോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തിയാടിച്ചാലേ അന്വേഷണം ഈസിയാവും. അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല, നല്ല പാറ തന്നെ വെക്കണം, എന്നാലേ പൊങ്ങാതിരിക്കത്തു. അതിനെന്താ ഒരു വഴി? ആ പ്രേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണിക്കുറപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം, അത് മറക്കണ്ട. അതറിയാവുന്നത് കൊണ്ടല്ലേടാ ആ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടച്ചത്. പഴുതുകൾ ഭംഗിയായിട്ട് അടങ്ങിയിട്ടില്ല. ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും. ഒരു CIDയുടെ മുറിവാതുക്കൾ മറ്റൊരു CID ഒളിഞ്ഞെന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല. ഒരു CIDയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു CIDയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് എന്റെ മിടുക്ക്. ഇത് എന്റെ മിടുക്ക്. എന്നാലേ ആ മിടുക്കം കൊണ്ട് നീ അങ്ങ് നടന്നോ. സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം. അത് പിന്നെ കാണാനൊന്നുമില്ല, ജോലി പ്രേംശങ്കർ തന്നെ. അയ്യ, അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മിണ്ടായടാ ഞാഞ്ഞൂലേ. ദേ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞോണ്ടല്ലോ. അയ്യടാ, ഒരു അസിസ്റ്റന്റ് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ല. അതിനു മുമ്പ് ഒരു പേട്ട അസിസ്റ്റന്റിനെ ചുമന്നുകൊണ്ട് നടക്കുന്നു. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓ, എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. അരുന്ധതിയുമായിട്ടൊരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു. ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു. അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളെയ്യാൻ ഇത് ദിബിഷകൾ പാത്രം. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാ. അരുന്ധതിയാവാൻ പ്രേമിക്കുന്ന എനിക്കൊന്ന് കാണണം. ഹിന്ദി. ഹലോ ഹലോ, ഞാൻ പ്രേംശങ്കറാ. അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂരിന്ന് ലിഫ്റ്റ് കൊടുത്താ? ഓ, മനസ്സിലായി മനസ്സിലായി. എന്താ വിശേഷം? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത്. സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തില്ല. അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും. സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യത്തില്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? അങ്ങനെ കലക്കി. അവളോട് ചോദിക്കണോ? വേണ്ട. അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്ന്. ഇപ്പൊ എന്തായി? വൈകിട്ടൊന്നുമില്ല, ഇനി പരിഹരിച്ചാലും മതി.
പവിത്രം വന്നെന്ന് തോന്നുന്നു. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു ചെറിയ പ്രശ്നം. ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കണം. ആരെ? ആ മലേഷ്യ ലോഡിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ. എന്താ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. പവിത്രം പിക്ചറിൽ വരണ്ട, ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാൽ മതി. ഓക്കെ അങ്കിൾ. എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന? സി.ഡി. ആണെന്ന കാര്യം വല്ലതും അനന്തൻ അറിഞ്ഞാണോ? കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. എന്തായാലും ആ സി.ഡി. ഉണ്ണികൃഷ്ണൻ ഒരു പാര പണിയണം. 2 സി.ഡി.മാരെ തമ്മി തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത്. കർത്താവ് ഒരുത്തനുണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. ഹലോ, സി.ഐ.ഡി. ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി.ഐ.ഡി. ഉണ്ണികൃഷ്ണൻ. നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗൂണ്ടാകളെ അയച്ചിട്ടുണ്ട്. എടാ ഉമ്മൻകോശി, എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ പോരേടാ പുല്ലി. എടാ ഉണ്ണികൃഷ്ണ സാമദ്രോഹി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഒരാളെ 4 പേര് തല്ലണമെങ്കിൽ 2000 രൂപയും വണ്ടി കൂലിയും തരണം. അത് ഇന്ദിരപ്രസ്ഥത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം. KL7D 9550 എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ്. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പ്രതിക്ക് എന്ത് പ്രായം വരും? പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല. അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു 19 വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ? എത്തും, തീർച്ചയായിട്ടും എത്തും. ആ, എന്നാ ബാക്കി കാര്യം ഞങ്ങളേറ്റു. സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം. പിന്നെ ഇടത്തേക്കാലൊന്നും ഒടിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറ്റന്നേ. ആ ആട്ടോയുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. KL7D 9550. സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. നോയിക്കോളൂ നോയിക്കോളൂ, എല്ലായിടത്തും നോയിക്കോളൂ. അയ്യോ, ഇതെല്ലാം ഷാമ്പു ആണല്ലോ. അതെ, ഫ്രീ ഇല്ലേ? ഉണ്ടല്ലോ, തരാം, ഫ്രീ ആയിട്ട് തരാം. പക്ഷെ ക്ലാര എന്നൊന്ന് സഹായിക്കണം. എങ്ങനെ? അതെ, ഈ അരുന്ധതി നായരെ കുറിച്ചുള്ള നമസ്കാരം. ഇപ്പൊ അയാൾ എന്തിനാ അകത്ത് കയറ്റിയിരുത്തിയത്? അത് പിന്നെ കുഞ്ഞ് ഷാമ്പു ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാ. അസുഖം കൂടുമ്പോഴായി സാധനങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. അയ്യോ, അത് ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും? കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ. ഷാമ്പു ഷാമ്പു ഷാമ്പു. അവിടെ തന്നെ നിന്നാലെങ്ങനെ? വാ, വന്ന് സെലക്ട് ചെയ്യേ. അടുത്തോട്ട് പോണ്ട. ഉമ്മച്ചൻ തോട്ടത്തിലുണ്ടോ? ഇല്ല, മുറി കാണും. നീ ചെന്നൊന്ന് പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. കുഞ്ഞ് സൂക്ഷിക്കണം. ഞാനിപ്പോ വരാം. ഉമ്മച്ചാ, 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 ഉമ്മച്ചാ. അയ്യോ, ഇതെന്താ വേഷം? ഞാൻ കുളിക്കാൻ തുടങ്ങായിരുന്നു. ആണോ? വേഗം അപ്പത്തോടാ, ഒരു പ്രാന്തനകത്തെറിയിരിക്കുന്നു. KL7D 9550. അതെ ആട്ടോ തന്നെ. ഇറങ്ങി പോണോ അതോ ഞാൻ തള്ളി ഇറക്കണോ? ഞാൻ പറയുന്ന സത്യ, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഇത് തന്നെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം. എല്ലാ ഭ്രാന്തന്മാരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. എവന് ഭ്രാന്ത് തന്നെ ഉറപ്പാ. ഞാൻ അസുഖം എല്ലാവർക്കും വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ? ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല. അതുള്ളതാ. കൂടും കുടുക്ക എടുത്തോണ്ട് ഇറങ്ങി പോടോ. നിന്നെ പുറത്താക്കിയിട്ട് ഗേറ്റ് കുറ്റി ഇട്ടിട്ടോട്ടോ മനസ്സമാനോട് കുരിശു വരയ്ക്കാൻ. ഇതെന്തൊരു ശിക്ഷ? ഇത്ര ആയ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ എന്തിനു ബലിയാടാവണം? ഭ്രാന്ത് ഒരു പാരമ്പര്യ രോഗമാണെന്നറിയാലോ. പരമ്പരാഗതമായി ഭ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ. അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട ഭ്രാന്തന്മാരായിരുന്നു. പറഞ്ഞു വരുമ്പോ നാറാണത്തെ ഭ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. ആ അമ്മാവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അതിപ്പോ തോന്ന് താഴെയിട്ട് കളിക്കുന്നതല്ലേ അവന്റെ ഹോബി. നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. വന്നു,
വയ്ക്കോ, ചെറുപ്പക്കാരനല്ലേ പറഞ്ഞത്? CID അല്ലേ, പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത്? അവൻ തന്നെ. വയ്ക്കോ. എന്താ പ്രശ്നം? അയ്യോ, എന്താ കാര്യം പറയും? എന്താ മനസ്സിലായല്ലോ? എന്താ പ്രശ്നം? എന്താ പറയൂ? അയ്യോ, ആള് മാറിയാണല്ലോ തല്ലേ. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ 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 അയ്യോ, ഇത് ഡാഡിയുടെ ശബ്ദമാണല്ലോ. അതേ തോന്നുന്നു. വാ നോക്കാം. അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരവസരമാണ്, രക്ഷപ്പെടുത്തണം. അനന്തനെന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു. രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ്. അയ്യോ അയ്യോ, വേണ്ട. എന്താ ഇവിടെ? അയ്യോ 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 ഉണ്ണികൃഷ്ണ, നിന്റെ കട്ട പോക. വല്ലതും പറ്റിയോ ഉണ്ണീഷ്ണ? ഏയ്, നമുക്ക് വീട്ടിലേക്ക് പോ. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ. എന്റെ സാറിന് എന്ത് പറ്റി? സാറേ, സാർ. ദൈവമായിട്ടാ ഉണ്ണീഷ്ണ ഇങ്ങോട്ട് അയച്ചത്. അല്ലെങ്കിൽ ആ പ്രേംശങ്കറിന്റെ ഗുണ്ടകൾ എന്റെ കഥ കഴിച്ചാൽ. ആ കഴിക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോവാം. തന്തൂരി ചിക്കൻ വിത്ത് ബീഫ് സ്റ്റാഫ് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാ. അതുണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട്. വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വരണം. തീർച്ചയായിട്ടും. അരുതീടെ മമ്മിയും പരിചയപ്പെടണമല്ലോ. അതെ, പോയി എന്റെ CID പണി പോയി. ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇതാരെ വരുന്ന നോക്കി. ഇതാ വരുന്നു. ജോലി കിട്ടിയിട്ട് വരുന്ന വരവാ. ഇന്ന് തന്നെ നേരത്തെ അങ്ങ് നടത്തിയേക്കണേ. പിന്നെ ഇന്ന് തന്നെ നടത്താം. അയ്യോ, നാരായണ 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 നാരായണ. ജോലി കിട്ടിയ മോനെ? കിട്ടിയില്ല, പക്ഷെ കിട്ടുമെന്ന് ഉറപ്പായി. അതിന്റെ സന്തോഷത്തിൽ 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതേതായാലും നന്നായി. ഉണ്ണികൃഷ്ണൻ CID ആകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇഷ്ടിക കളത്തിൽ ജോലി ഞാൻ രാജിവെക്കുവോ? രാജി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ ഇങ്ങ് പോകുന്നത്. അയ്യടാ, നല്ല കോലം. ആന ഇടിച്ചു വെക്കാൻ കൊള്ളാം. അയ്യോ, അച്ഛനെന്തോ പറ്റി? അയ്യോ, പറഞ്ഞോളൂ, ഇതെന്ത് കോലം? ഞാൻ ആ നേർച്ച അങ്ങ് നടത്തി. എന്റെ ഭഗവാനെ. മീഴ്ച വെക്കാതെ അവന് കഴിക്കാണ്ടെങ്കിലും കൊടുക്ക്. അന്വേഷണം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. വാ മോനെ. മിക്കവാറും ഒരു 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മറ്റ് 2 CIDമാരും ഇനി വല്ല കുഴപ്പമുണ്ടാക്കൂ? ഒരുത്തൻ പ്രേംശങ്കർ, അവനാ വീടിന്റെ 7 അയലോക്കത്ത് പോലും അടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ തോട്ടക്കാരൻ CID, അവനാ വീട്ടിൽ വെള്ളം കോരിയത് മിച്ചം. എന്നാലും സൂക്ഷിക്കണം. അമ്മായി ഇനി അവന്മാരെ എന്ത് ഭാര വെച്ചാലും അതിന് കേശത്തില്ല. അനന്തപത്മനാഭനുമായിട്ട് ഞാനിപ്പോ അത്ര അടുപ്പത്തിലല്ലേ. ഇനി ആ അടുപ്പം വെച്ചോണ്ട് വേണം അരുന്ധതി നായരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ. അപ്പൊ അരുന്ധതിയെ പറ്റി ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? അതിന് അവന്മാരെ സമ്മതിക്കണ്ടേ? അല്ല, കുഴപ്പമില്ല, അതിന് അവന്മാരും കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ഒക്കത്തില്ല. കൂടിയ ഒരു 2 മാസം. അതുവരെ അമ്മായി ഒന്ന് ക്ഷമിച്ചാ മതി. ஏன் சார் அப்படி பாக்குறீங்க?
ഭൂതം ഭാവി വർത്തമാനം കിളി ജോത്സ്യം. അകത്തേക്ക് പോണോ? എല്ലാ കാര്യങ്ങളും പറയുവോ? പറയും. ചീട്ട് നോക്കാതെ പറയുവോ? ഓ പറയും. എന്നാ പറ, ഇവിടെ കൈരളിയില് ഏത് പടം ഓടുന്നേ? അത് വന്നിട്ട് പോയി. തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാടോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത്? എന്റെ പ്രേമശങ്കര, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടും. പോ. അയ്യേ, അങ്ങനെ പോകാൻ വന്നല്ല. കാശു മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നല്ലതാ. മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക. അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കയറിയപ്പോരെ. ആരുണ്ടെങ്കിലും എനിക്കെന്താ? എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത്. മാറിക്ക്. മറ്റവനെ തടഞ്ഞിട്ട് അവൻ നിന്നില്ല. അവനിപ്പോ അനന്തപത്മനാഭന്റെ ആളാണല്ലോ. ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ? സി.ഐ.ഡി ആയിട്ട് തിരിച്ചു വരുമെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി. പോടാ പട്ടി. ഒരു സി.ഐ.ഡിക്ക് മറ്റൊരു സി.ഐ.ഡി പാരയായി നിന്നൂടാ. മാറിക്കടാ, ഇറങ്ങി പോടാ. പോടാ പോടാ. എന്താ അമ്മച്ച അവിടെ ഒരു ബഹളം? ഒരു വ്യാജ കിളിജോത്സിനെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അയാളെ അകത്തേക്ക് കടത്തിവിട്. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. തട്ടിപ്പ് വെട്ടിപ്പൊന്നും അല്ലമ്മ. ഇന്താള് പോയി சொல்றேன். ഭൂതം ഭാവി വർത്തമാനം എല്ലാം കണിശമായി சொல்றேன். ഉമ്മച്ച, അയാളെ ഇങ്ങോട്ട് വിടാനല്ല പറഞ്ഞ. വരട്ടുമാ. B.Ed പാസ്സായിട്ടും ഉണ്ണികൃഷ്ണന് വേറെ ഒരു ജോലിയും കിട്ടിയില്ല. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം. ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ. അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവിടെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും സാർ. ദമയന്തി ഉണ്ണികൃഷ്ണന്റെ മുറപ്പെണ്ണാണോ? അല്ല സാർ, അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോളാ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. അത് പിന്നെ പറയണം സാർ. അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ? ഒന്നും ആയിട്ടില്ല. ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അതിനാലെ ഒരു അപകടം இந்த വീട്ടിലെ നടക്കപ്പോകുന്നത്. ഒരു നാളായില്ലേ? എന്താ അപകടം? അതിന്റെ തോട്ടക്കാരൻ കേക്കൂടാതെ. ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ? പോ. അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ. ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട്. അന്താള് കാരണം ഇങ്ങൊരു മരണം നടക്കപ്പോറത്. അയ്യോ, അത് ആരാണെന്ന് പറയാവോ? അന്താളിപ്പോ இந்த വീട്ടുക്കുള്ളത്താ ഇருக்கு. ഈ ഒബ്സഷൻ, OPM, കോബ്ര, പോയിസൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടിട്ടെ. എനിക്കത്ര വില കൂടിയൊന്നും വേണ്ട ഉണ്ണി, ഒരു ഓർഡിനറി മതി. എന്നാ പിന്നെ ഈ ജാസ്മിൻ കൊണ്ടുവരല്ലേ? നാളെ കൊണ്ടുവരൂ. നാളെ എങ്ങോട്ട് വരുന്ന കാര്യമായി പറയുന്നത്? ഇങ്ങോട്ട്, അല്ലാതെ എവിടെ? വേണ്ട, ആരാ എന്താന്നൊക്കെ അറിയാൻ നിങ്ങൾ എന്തിനാ വല്ലവരെയും പിടിച്ച് വീട്ടിൽ കയറ്റുന്നത്? പ്രഭാവതി, നീ എന്ത് വിവരമില്ലായ്മയായി പറയുന്നത്? ഞാനല്ല പറയുന്നത്, ആ ജോത്സ്യനാ. എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? എന്നാ വരട്ടുമാ. മുഴുവൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ റാസ്കായിരുന്നു. വിടാനവന്. ഞാൻ പോലീസിനെ വിളിക്കാം. ഞാൻ വിളിക്കാം. CID ഉണ്ണികൃഷ്ണന്റെ പാര വെക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ കേട്ടോ? അതെ, CID ഉമയനുള്ളൂർ ഉമ്മൻ കോശിക്കോ അത് തന്നെയാണ് പറയാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടികൊള്ളുന്ന ആദ്യത്തെ CID നീ തന്നെയായിരിക്കും. നിനക്ക് അവാർഡ് ഉണ്ട് താച്ചറ്റെ. പേടി വിട്, അല്ലെങ്കിൽ നീയൊക്കെ CID മാരാണെന്ന കാര്യം ഞാൻ വിളിച്ചു. അവൻ പോയോ ഉണ്ണീഷ? ശരിക്കും എന്റെ പൊട്ടിച്ചാ വിട്ടത്. അവനിനി ഏരിയ കാലു കുത്തത്തില്ല. പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ടത് ശരിയായില്ല. പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ. മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലല്ലോ. അവൻ ഈ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ? സിമ്പിൾ. അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാനിവിടെ വരുന്നുകൊണ്ട് അവൻ അത് നടക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. കറക്റ്റ്. പോലീസുകാരോട് പുറപ്പെടണമെന്ന് പറയട്ടെ. പെട്ടി. അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു മാരത്തോൺ ഓട്ടത്തിന് നീയും തയ്യാറായിക്കോ. ഉമയനല്ലൂർ ഉമ്മൻ കോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല, ഓട്ടിച്ച ചരിത്രമേ ഉള്ളൂ. എങ്കിൽ ആ ചരിത്രം CID ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും. ആ എഴുത കൈയക്ഷരമെങ്കിലും നന്നാകട്ടെ.
നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാ ഉണ്ണികൃഷ്ണൻ. അയാൾ ഇന്നിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ തനിനിറം പുറത്തായത്. നിങ്ങളെ മണിയടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇത് ആര് കണ്ടു? അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട. പ്രേംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ? അക്കാര്യത്തിൽ നീ ഉണ്ണികൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട. അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ ഓരോ അടവും പറഞ്ഞോണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഡാഡി, രാത്രിയിലത്തെ ഗുളിക തീർന്നു. എന്നിട്ടെന്താ പറയാതിരുന്നത്? മരുന്ന് മുടങ്ങിയ അതിന്റെ ഫലം പോവില്ലേ മോളെ? ഒരു നേരം മുടങ്ങിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഡാഡി. നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ തന്നെ ഓർമ്മിപ്പിക്കണം.